ഒരാൾ മദ്യപിക്കുന്നു രാഷ്ട്രീയ അയാളുടെ സൗകര്യമില്ലേ? വ്യക്തിപരമായ കാര്യവും രാഷ്ട്രീയവും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കരുതെന്നും ഒരു രാഷ്ട്രീയ നേതാവിന് മദ്യപിച്ചുകൂടെയെന്നും അത് അയാളുടെ സൗകര്യമല്ലേ എന്നും മന്ത്രി KB ഗണേഷ് കുമാർ. മന്ത്രിയുടെ ഭാര്യ വീട്ടിലെത്തിയപ്പോൾ മന്ത്രിയെയും മറ്റൊരു സ്ത്രീയെയും കാണാൻ പാടില്ലാത്ത അവസ്ഥയിൽ കണ്ടുവെന്നും മന്ത്രിയുടെ PA സഹിതം തന്നെ ആക്രമിച്ചുവെന്നും പിങ്ക് പോലീസിനോടടക്കം സഹായം തേടിയിട്ട് പോലീസ് എത്തി നിസ്സഹായരായി നോക്കി നിന്നുവെന്നും മുഖ്യമന്ത്രിയുടെ മകൾ വീണയെ വിളിച്ച് കാര്യം പറഞ്ഞിരുന്നുവെന്നും ഒപ്പം മുൻ DGP ശ്രീലേഖയെയും കാര്യം അറിയിച്ചിരുന്നുവെന്നും മന്ത്രിയുടെയും മുറിയിലുണ്ടായിരുന്ന യുവതിയുടെയും ചിത്രങ്ങൾ തന്റെ ഫോണിലുണ്ടെന്നും ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ മന്ത്രിയുടെ ഭാര്യ നടത്തിയതിന് പിന്നാലെയാണ് മന്ത്രി ഗണേഷ് കുമാർ ഈ വിധം മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അല്ല, എന്തിനാ എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരാളെ വ്യക്തിപരമായ കാര്യവും രാഷ്ട്രീയം തമ്മിൽ എന്ത് ബന്ധം? ഒരാൾ മദ്യപിക്കുന്നു രാഷ്ട്രീയ അയാളുടെ സൗകര്യമില്ലേ? അതിനെന്താ നമ്മൾ രാഷ്ട്രീയമായിട്ടങ്ങ് നേരിടും. വേറെ കാര്യം എന്ത്? വാർത്താ സമ്മേളനം വിളിച്ചാൽ നിങ്ങൾ വാർത്ത കൊടുക്കും, അത് കാണും. ചിലർ വിശ്വസിക്കും, ചിലർ വിശ്വസിക്കത്തില്ല. എന്നെ വോട്ട് കൊടുക്കും. അവര് ആസ്വദിക്കട്ടെ. ഇത് തന്നെ സുഖമല്ലേ? ഇത് വായിക്കുന്ന ഒരു സുഖമാണ്. ഇത് നമ്മൾ മലയാളിക്ക് ഈ ഒരു പീപ്പിംഗ് ടെൻഡൻസി എന്നൊരു സ്വഭാവം ചില ആൾക്കാർക്കുണ്ട്. ഭൂരിപക്ഷത്തിനില്ല, കുറെ ആൾക്കാർക്കുണ്ട്. അതിന്റെ ഭാഗമാണ് അവർ PPയിട്ട് ഒളിഞ്ഞു നോക്കിയാൽ പലതും കാണാം എന്നൊരു ചൊല്ലുണ്ട്. മലയാളം ടെലിവിഷൻ, കൊല്ലം. നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യ കാതുകുത്ത് പവൻ ഗോൾഡിൽ തികച്ചും സൗജന്യമാണെന്ന്? എന്നാൽ പത്തരമാറ്റ തിളക്കത്തോടെ 10 വർഷമായി പവൻ ഗോൾഡിൽ ആദ്യ കാതുകുത്ത് തികച്ചും സൗജന്യമാണ്. മാത്രമല്ല, പരിചയസമ്പന്നരായ ലേഡി സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാതുകുത്തുന്നത്. പവൻ ഗോൾഡ്, തിരൂർ.